ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇന്നലെ ബിൻരാജിന്റെ വീട്ടിൽ കിടന്നിട്ട് നമ്മൾ ഇന്ന് കോഴിക്കോടായിരുന്നു. ഇന്ന് കോഴിക്കോട് സ്റ്റേ ആയിരുന്നു. സോ നമ്മൾ ഇന്ന് ഇനിയിപ്പം നേരെ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് പോയിട്ട് കണ്ണൂരിലേക്ക് പോകട്ടോ. കണ്ണൂര് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടല്ലോടാ എനിക്ക്. അതാ അഭിനവിന്റെ നാട് എന്ന് പറയാം. നമ്മൾ ഓരോരുത്തരുടെ നാട് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുവാണ്. സോ നമ്മുടെ പരിപാടി ഒരു ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നടക്കുന്നത്. ഇനി നമുക്ക് അഭിൻരാജിനെ നമുക്ക് സ്റ്റേഷനിലേക്ക് കാണാം. കോഴിക്കോട് അവൻ കണ്ണൂരിലേക്കല്ലേ? അവൻ കണ്ണൂരിലേക്ക് പോന്നു. നമ്മളാണെങ്കിൽ ഈ കാർ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടിട്ടിട്ട് നമ്മളും തിരിച്ച് കണ്ണൂരിലേക്ക് പോവാണ്. കണ്ണൂരല്ല, നമ്മൾ കണ്ണൂർ പയ്യന്നൂരിലേക്ക് പോവാണ്. പിന്നെ അങ്ങോട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ വരുന്നതായിരിക്കും. രാജ എങ്ങനെ അല്ല നിക്കി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ രാജന്റെ വീട്ടിലൊക്കെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? കോഴിക്കോട് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതിന് മുമ്പ് ചെറിയൊരു ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നതായിരുന്നു. അന്നേരം ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗേ എവിടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം കുറേ പേര് പറയുന്നത് കോഴിക്കോട്, മലപ്പുറം അങ്ങനെ എന്നൊക്കെയാണ് കേട്ടോ. ഇപ്പം നമുക്ക് മലപ്പുറത്ത് കോഴിക്കോട് കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അന്നേരം നമ്മുടെ അഭിൻരാജ് നമ്മളെ കോഴിക്കോടാണ്. അഭിൻരാജ് എന്താണ് ഇതിൻ്റെ ആ ഒരു അഭിപ്രായം എന്തുമായിരിക്കും? ഏറ്റവും കൂടുതൽ വൈബ് ടീമുള്ള കോഴിക്കോടാണ് കൊല്ലത്താണോ? രണ്ടിടത്തുണ്ട്. ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുവാ കോഴിക്കോട്? എന്തുവാ ബിരിയാണിയാണോ? എന്തുവാ പറയാ? ബിരിയാണിയാണോ? ഓ അങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ സ്പെഷ്യൽ എന്ത് എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എന്തുവാ കോഴിക്കോട്? ഓ അങ്ങനല്ലയോ. നമ്മുടെ അവിടെ ഫേമസ് ആയിട്ട് ഇരിക്കുന്ന എന്തുവാ? എന്തൊക്കെയാ സാധനമൊക്കെ ഫേമസ് ആണെന്ന് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ കുറെ സ്പോട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ച്, പിന്നെന്തുവാടാ നല്ല സ്പോട്ടൊക്കെ ഉള്ളത്? കക്കാടംപൊയില്, പിന്നെ താമരശ്ശേരി. ഓ അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഞാൻ ഇടയ്ക്കൊന്ന് ഫസ്റ്റ് ടൈമിൽ ഫാഷൻ ഷോയ്ക്ക് വന്നപ്പോൾ ഇവിടെ സരോവം പാർക്ക് ഉണ്ട്. അവിടെ അതിന്റെ അപ്പുറത്ത് ഒരു കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഉണ്ടായിരുന്നു. അവിടെ നോർമലി ഞാൻ ഫാഷൻ ഷോയ്ക്ക് വന്നായിരുന്നു. അന്ന് കുറച്ച് കാര്യം എക്സ്പ്ലോർ ഒക്കെ ചെയ്തായിരുന്നു. നോർമലി വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്താലും ചെറിയ കുറച്ച് രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രാജന്റെ സ്ഥലം എന്ന് വെച്ചാൽ എവിടെ സ്ഥലം എവിടെ? വെള്ളിമാങ്ങൂടോ? വെള്ളിമാട് കുന്ന് ഏതാ വെച്ചാൽ കുറച്ച് മേലെ കുന്നില്ലാട്ടോ സ്ഥലം, വീട്. അങ്ങനെ നമ്മൾ നേരെ കോഴിക്കോടാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറെ നല്ല മൊഞ്ചത്തിമാരുണ്ട് കേട്ടോ. കോഴിക്കോട് നല്ല മൊഞ്ചത്തിമാരുണ്ട്. ഇല്ലടാ? ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നത്. ഇഷ്ടം പോലെ നമ്മളും കുറെ കണ്ടായിരുന്നു. കൊള്ളാം. നമ്മള് കൊല്ലത്തെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറയാം. കൊല്ലത്തും ഉണ്ട് പിള്ളേർ, വേറെ കാര്യമൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ കുറച്ച് തട്ടുവിട്ട കുറച്ച് മൊഞ്ചത്തി പിള്ളേരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ പേരൊന്നും ഇല്ലല്ലോ നോർമലി. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഫുഡിന്റെ കാര്യം. ഫുഡ് ഓക്കെയാണ്, സെറ്റൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദ്യമേ നമ്മള് ഫുഡ് ഇവിടുത്തെ കോഴിക്കോട് ഫുഡ് നമ്മള് പണ്ട് ടേസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ അവർ വ്ലോഗ് എടുത്തില്ലായിരുന്നു. നെക്സ്റ്റ് ടൈം നമ്മൾ ഉറപ്പായിട്ട് വരുമ്പോൾ നമുക്ക് കോഴിക്കോട് വന്നിട്ട് ഫുഡ് കഴിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മലപ്പുറം ഫുഡ് കഴിച്ചു, തൃശ്ശൂർ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് നേരെ കണ്ണൂർ പോയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിങ് ആണ്. നമുക്ക് കോഴിക്കോട് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം കൊള്ളാം. താമരശ്ശേരി അല്ലേ അത്? താമരശ്ശേരി ചുരം ഇവിടാന്നോ? ഓ അങ്ങോട്ട്. ഓ ഓ അവിടെ താമരശ്ശേരി ചുരം ഇല്ലയോ? ഓ ഇല്ല, പാട്ട് കേട്ടില്ലേ താമരശ്ശേരി ചുരം? ആ പാട്ടൊന്നും വരുന്നടാ, കാർട്ടൂണല്ലേ അത്? ഇല്ല ലോറി ആയിട്ട് വരുന്നില്ലേ, ട്രാക്ടർ ആയിട്ടില്ലേ? മോഹൻലാലിന്റെ ആ സംഭവം. അത് തന്നെ ആ സംഭവം. ആ പേര് കേൾക്കുമ്പോ അതാ ആദ്യം ഓർമ്മ വരുന്ന ആ ഒരു സംഭവമായിരിക്കും താമരശ്ശേരി ചുരം. ഇത് ഫ്ലാറ്റൊക്കെ കാണുന്ന കേട്ടോ, കോഴിക്കോട് ഫ്ലാറ്റ്. സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡജിനെ പറഞ്ഞു വിടുവാണ്. ഓക്കെ, ബൈ ബൈ. കണ്ണൂർ വെച്ച് കാണാം. ബൈ. ഇനി നമുക്ക് എങ്ങോട്ടാ? നമ്മൾ നേരെ കാർ കൊണ്ടിടാൻ പോകുന്നു ഗൈസ്. സ്റ്റക്കായി. എന്ത് പരിപാടി? കൊള്ളാലോ. ഇതാണ് കോഴിക്കോട് സ്റ്റേഷൻ കേട്ടോ. നമുക്ക് സ്റ്റേഷനിലേക്ക് അങ്ങനെ നമ്മൾ ഫൈനലി ഫ്ലാറ്റിൽ എത്തിയിരിക്കുന്നതാണ്. ഫ്ലാറ്റിൽ നമ്മൾ കാർ കൊണ്ടിടാൻ വേണ്ടി വന്നിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കണ്ണൂരിലേക്ക് പോവാം. ഇത് നമ്മളെ ഫ്ലാറ്റ് ഉണ്ടോ, നമ്മുടെ കാറ്. നമ്മൾ കൊല്ലത്ത് നിന്ന് ഇവിടം വരെ ഓടിച്ച് വന്ന കാറാണ്. ഇനി നമുക്ക് ഇവിടെ ഇട്ടിട്ട് വേണം നമുക്ക് ഇനി നേരെ സ്റ്റേഷനിലേക്ക് പോകാൻ. ഓക്കെ,
ഫ്ലാറ്റ് ഉണ്ടോ? ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നു നിക്കി അല്ലേ? നമുക്ക് അടുത്ത ട്രെയിൻ നോക്കിയിട്ട് വേണം നമുക്ക് നേരെ പയ്യന്നൂരിലേക്ക് പോകാൻ. അവിടെ ഓട്ടോയുടെ ക്യൂ നോക്കിയേ. ഓട്ടോ കയറിയിരിക്കാം. നമ്മുടെ കരുനാപ്പള്ളി പോലും ഇല്ല ഇത്രയും തിരക്ക്. കോഴിക്കോട് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് തോന്നുമ്പോൾ അവളാം കോഴിക്കോട് സ്റ്റേഷൻ. രണ്ട് പട്ടികളും മേലെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നോ? സുഖമായിരുന്നോ? ആദ്യമേ സീറ്റ് കിട്ടി. ഇവിടുന്ന് എത്ര മണിക്കൂർ? 2 മണിക്കൂർ. 2 മണിക്കൂർ കിടന്ന് ഞങ്ങൾ വന്നിരിക്കുന്നു. നമ്മളെ കണ്ണൂര് പയ്യന്നൂർ എത്തിയിരിക്കുന്നു അല്ലേ കുഞ്ഞാ? നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് നേരെ പയ്യന്നൂര് വീട്ടിലേക്ക് പോയില്ല കുഞ്ഞാ? വണ്ടി ഓടിക്കാറുണ്ടായോ? നേരെ ഓടിച്ച് വീട്ടിൽ എത്തിക്ക്. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിരിക്കും. നമുക്ക് ഇവിടെ കൊണ്ട് ആ വീഡിയോ നിർത്തണോ? അടുത്ത മറ്റേ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് അടുത്ത വിശേഷങ്ങൾ നിക്കിയും അഭിനവും ആണെങ്കിൽ വീട്ടിലേക്ക് പോയി. എന്നുവെച്ചാൽ അഭിനവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അവന്മാർ വണ്ടി എടുത്തോണ്ട് വൈകിട്ട് വരും. എന്നിട്ട് നമ്മൾ എവിടേക്കും പോകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ബൈ ബൈ.